viewers, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പതിവ് പോലെ നമുക്ക് നിഫ്റ്റി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നമുക്ക് എന്തൊക്കെ ട്രേഡിംഗ് ചാൻസുകളാണ് ഉണ്ടായിരുന്നത് എന്ന് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ആയത് മോർണിംഗിൽ 150 പോയിന്റിന്റെ മൈനസോടുകൂടി ഒരു ഹെവി ഗ്യാപ് ഡൗൺ ആയിരുന്നു. അവിടുന്ന് കുറച്ച് പോയിന്റുകൾ പിന്നെയും ഡൗൺ സൈഡിലോട്ട് വന്നിരുന്നു. എന്നാൽ നമുക്കറിയാം 22,000 എന്ന് പറയുന്നത് 22,100 ലെവലൊക്കെ ഏതൊരാൾക്കും ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല അവസരമാണ്. ഒരു പ്രാഥമികമായ കുറച്ച് സ്റ്റോക്ക് വാങ്ങാൻ നല്ല ഒരു അവസരമാണ്, നല്ല സപ്പോർട്ട് സോണാണ് എന്നുള്ള ഒരു ധാരണയുണ്ടാവും. അതായത് ഈ ബിഗ് നമ്പേഴ്സ് എല്ലാം എപ്പോഴും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് സോണായി പ്രവർത്തിക്കും. സാധാരണ ഇപ്പൊ താഴെ മുതൽ കയറി വരികയായിരുന്നുവെങ്കിൽ 22,000 എത്താറാവുമ്പോഴത്തേനും 22,000 മുകളിൽ കടക്കുകയില്ല എന്നുള്ള ആശങ്ക കൊണ്ട് പലപ്പോഴും എല്ലാവരും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് വിറ്റ് കളഞ്ഞിട്ടുണ്ടാവും. എന്നാൽ 22,000 മുകളിൽ 22,500 ലെവലുകളിൽ നിന്നും ഒരു ചെറിയ കറക്ഷൻ കിട്ടുമ്പോൾ 22,000 നല്ല ഒരു സപ്പോർട്ട് സോൺ ആയിരിക്കും, അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു സിമ്പിൾ ലോജിക്കാണ്. അത്രയും താഴെ വന്നപ്പോൾ പെട്ടെന്ന് എല്ലാവരും നല്ല നല്ല സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ ഒരു തുടക്കമെടുത്തു, പെട്ടെന്ന് തന്നെ ബൈ ചെയ്തു എന്നുള്ളതാണ്. കാരണം കൊറോണയ്ക്ക് അത്രയും വലിയ ഇടിവുണ്ടായപ്പോൾ നല്ല ബെസ്റ്റ് സ്റ്റോക്കുകൾ പ്രീമിയം ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുമായിരുന്നിട്ടും ഇനിയും ലോകം അവസാനിച്ചു പോകുമോ എന്ന് പേടിച്ച് നമ്മൾ മാറി നിന്നത് പോലെ മാറി നിൽക്കാതെ കിട്ടിയ ചാൻസുകളെയെല്ലാം, കൊറോണയും കഴിഞ്ഞിട്ട് ഇത് ഇത്രയധികം മാർക്കറ്റ് ഉയർന്നു പോന്നല്ലോ, അപ്പം നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് വാങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളതും, പിന്നെ ആനുകാലികമായി നമ്മുടെ ആൾക്കാരെല്ലാം കൂടുതൽ ഈ മേഖലയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നല്ല ഒരു സപ്പോർട്ട് സോണാണ്, ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കണ്ടവർ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് 3 മിനിറ്റിൽ പരിശോധിക്കുമ്പോൾ തന്നെ അപ്വേർഡ് ഡയറക്ഷൻ ആണെന്ന് മനസ്സിലായി. അത് അപ്പോൾ തന്നെ അവരൊരു കോൾ ഓപ്ഷൻ എങ്കിലും വാങ്ങി, ഇഷ്ടമുള്ള നല്ല സ്റ്റോക്ക് വാങ്ങി, അവരുടെ അനലൈസിൽ ഇരുന്ന ചില സ്റ്റോക്കുകൾ വാങ്ങി, പെട്ടെന്ന് തന്നെ പ്രൈസ് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് തന്നു. കഴിഞ്ഞ ദിവസം അന്ന് ലോ രേഖപ്പെടുത്തിയ 22,175 എന്ന ലോ രേഖപ്പെടുത്തിയ 22,136 എന്ന ലോ രേഖപ്പെടുത്തിയപ്പോൾ അവിടെ നിന്ന് 100 അടുത്തുന്നതിന് തന്നെ വാങ്ങിയ ആൾക്കാർക്ക് കോള് വാങ്ങിയാലും ശരി, ഇനി ഒരു സ്റ്റോക്ക് വാങ്ങിയാലും ശരി, 175 ലെവലിൽ നിന്നും വളരെ കുറഞ്ഞ സമയം കൊണ്ട് 22,211 എന്ന് പറയുന്ന ലെവലിലോട്ട് നിഫ്റ്റി ഒന്ന് ഉയർന്നു. 22,103 എന്ന ലോ വന്നതിനടുത്ത് നിന്നും 22,213 എന്ന 100 പോയിന്റിലധികം ഒരു ഉയർച്ച അല്ലേ? അപ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങിയവർ പെട്ടെന്ന് തന്നെ നല്ല ഒരു ലാഭം കിട്ടി. ഒരു സ്റ്റോക്ക് വാങ്ങിയവർക്കോ അവർക്കും ലഭിച്ചു സാമാന്യം നല്ല ഒരു ലാഭം. എല്ലാവരും അവരവരുടെ ലാഭം ബുക്ക് ചെയ്തു. എന്നാൽ ആദ്യം വാങ്ങാൻ കഴിയാതിരുന്നവരോ ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടി, അല്ലെങ്കിൽ ഇവിടെ ലാഭം എടുത്തവർ പിന്നെ ഉയർന്നു പോകുന്നുണ്ട്, ഇവിടുന്ന് ഒന്നും കൂടെ വാങ്ങി. എന്നാൽ അത് വലിയ ഉയരം രേഖപ്പെടുത്താതെ വീണ്ടും ആ സപ്പോർട്ട് സോൺ പൊട്ടിച്ചു. അപ്പൊ കൃത്യമായി മനസ്സിലാക്കിയവർ ഇനി ഇതിൽ കൂടുതൽ ലാഭം വേണ്ട എന്ന് കരുതിയവർ ഇവിടെ വിറ്റു, ഇവിടെ വീണ്ടും വിറ്റു. അവിടുന്ന് പ്രൈസ് ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടപ്പോൾ എല്ലാവരും അവരവരുടെ അന്നത്തെ ഇൻട്രാ ഡേ ഒഴിവാക്കിയിട്ടുണ്ടാവാം. അഥവാ സ്റ്റോക്ക് കണ്ടമാനം താഴെ പോയി, ഇനിയും കൂടുതൽ താഴെ പോകുമോ എന്ന് കരുതി വന്നിരുന്ന നഷ്ടം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ആ സ്റ്റോക്ക് വിറ്റ് കളഞ്ഞവരുണ്ടാവാം. വീണ്ടും കുറച്ചും കൂടെ താഴെ കിട്ടിയാലോ വീണ്ടും വാങ്ങാമെന്ന് ചിന്തിച്ചവരുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുടെ ഭാഗമാണ് ശരിക്കും ഇതിനകത്ത് നടക്കുന്ന ഒരു ലോജിക്ക് എന്നൊക്കെയാണ് ഞാൻ കരുതി വെക്കാറ്. എന്തായിരുന്നാലും ഈ ഏരിയയിൽ നിന്നും കോള് വാങ്ങിയവർക്കും ഈ ഏരിയയിൽ നിന്നും പുട്ട് വാങ്ങിയവർക്കും നല്ല ലാഭം കിട്ടി. ഈ ഏരിയയിൽ നിന്ന് വന്ന് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഞാൻ എപ്പോഴും ഇതേ ഡയലോഗ് പറയുന്നു, ഇതിനൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ ഓരോരുത്തരും ഈ ഏരിയകളിൽ നിന്നെല്ലാം പ്രൈസ് എങ്ങനെ തിരിയുന്നു എന്നൊന്ന് നോക്കി മനസ്സിലാക്കാൻ ഇത് 5 മിനിറ്റിൽ തന്നെ ഉപയോഗിച്ചോളൂ. 1 മിനിറ്റ് 3 മിനിറ്റ് ഒന്നും പോകണ്ട. ഇങ്ങനെയൊന്ന് ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അതെന്താണ് അതിന്റെ പിന്നിലെ ലോജിക്ക് എന്ന് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ സംഭവിച്ചവർ ഇവിടുന്ന് വാങ്ങി ഈ റെസിസ്റ്റൻസ് വരെ കൃത്യമായും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയിരുന്ന പ്ലാനുകളിലോട്ട് നോക്കൂ. ഇവിടെ എല്ലാം എക്സാക്റ്റ് നമ്മളുടെ ലെവലുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയോട്ട് എത്തി, അവിടുന്ന് ലാഭം എടുത്തു, വീണ്ടും താഴെ വന്നപ്പോൾ ഇതൊരു റിവേഴ്സൽ ആണോ എന്ന് സംശയിച്ച് നിന്ന ആൾക്കാർ അതായിരുന്നു, ഞാൻ ബൈ ചെയ്തിരുന്നില്ല, ഇവിടെ വീണ്ടും ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിയപ്പോൾ അവർ എൻ്റർ ചെയ്തു. അത് ഉടനുടൻ ഇതിനേക്കാളും വേഗത്തിൽ വലിയ വലിയ ക്യാൻഡിലുകൾ തന്ന അപ്വേർഡ് പോയി, ടൈം ഫിനിഷ് ചെയ്തു, എല്ലാവരും ഇൻട്രാഡേ പൊസിഷനും എക്സിറ്റ് ആയി. അപ്പോൾ 1 2 3 4 4 ട്രേഡിംഗ് ചാൻസ് കിട്ടി.
ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്തുകൊണ്ടാണെങ്കിൽ പോലും ട്രേഡ് ചെയ്യാൻ കൃത്യമായ ഒക്കേഷനുകളിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചവർക്ക് ഒരു നല്ല ചെറിയ ചെറിയ ലാഭങ്ങൾ കിട്ടി. ആക്ച്വലി ഡേ നല്ല പോസിറ്റീവായി എൻഡ് ചെയ്തു. ഒരു നെഗറ്റീവ് ഡേ, ഒരു ഫാളിംഗ് ഡേ ആയിരുന്നിട്ടും നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനെല്ലാം വീഡിയോ ഇടാൻ ഇഷ്ടമാണ്, പക്ഷേ സമയ പ്രശ്നമാണ്. എന്തായിരുന്നാലും ഈ ട്രേഡുകൾ എനിക്ക് ചില സാങ്കേതിക തകരാറും അല്പ യാത്രയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ചാനലിലും പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു. സാധ്യമായില്ല. എല്ലാവരും ക്ഷമിക്കുക, സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നാളത്തേന് നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് നോക്കാം. നാളെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാന സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ലോ തന്നെയാണ്. അത് 22,078 എന്ന ലെവലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആദ്യമായി ലഭിച്ചേക്കാവുന്ന കരുതുന്ന റെസിസ്റ്റൻസ് സോൺ കഴിഞ്ഞ ദിവസം കയറി നിന്ന് മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ആയ അവിടെ തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പോകാം. അതല്ലെങ്കിൽ ഈ ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പോകാം. അപ്പോൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ. എന്നാൽ ആദ്യമായി ലഭിക്കേണ്ടത് ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയും 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. എങ്കിലും അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ, രേഖപ്പെടുത്തിയതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 215 എന്ന ലെവലിന് മുകളിലോട്ട് കടന്നു വന്ന ഒരു കാമണിക്കൂർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷൻ കിട്ടിയേക്കാം എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേൺ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയാൽ അവിടെ എൻ്റർ ചെയ്ത് അപ്പോൾ രേഖപ്പെടുത്തുന്ന ലോ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ വീണ്ടും ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുവരെ രേഖപ്പെടുത്തിയ ടാർഗറ്റ് ലഭിക്കണം. അതിന് മുകളിൽ ലഭിക്കുകയാണെങ്കിൽ ഈ ലെവലിലോട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണിലോട്ട് 22,264 എന്ന റേഞ്ചിലോട്ട് ഓൾമോസ്റ്റ് ടാർഗറ്റ് പ്രൈസ് എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇത് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് ചെറിയ ടൈം ഫ്രെയിമിൽ കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ടത് പ്രധാന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യേണ്ടത് ഈ ലെവൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ ലോ 22,078 എന്ന ലെവലാണ്. എങ്കിലും അത് ഘട്ടംഘട്ടമായി ഈ ഓരോ ലെവലുകൾ തകർത്ത് താഴെ ക്ലോസ് ചെയ്ത് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്ത് ഈ മൂവ് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലഭിക്കേണ്ട ടാർഗറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുൻ വീഡിയോയിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകളിലും വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ മാത്രം ചെറിയ അതാത് ദിവസം പ്രൈസ് തന്ന മൂവ്മെന്റ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ വരുത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന പക്ഷം ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുക. വാട്സപ്പ് ചാനലിൽ ഇപ്പോൾ 2-4 ദിവസമായിട്ട് എനിക്ക് കൃത്യമായി പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ ചില വ്യക്തിപരമായ അസൗകര്യങ്ങൾ കൊണ്ടാണ്. എന്നാലും ഞാൻ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പരമാവധി അവിടെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താല്പര്യമുള്ളവർ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസ് സോൺ ഈ ലെവലാണ്. അത് 47,614 ആണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോൺ, അതായത് 47,391 ലെവലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷൻ, പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്ന ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് തോന്നിയാൽ സ്ട്രിക്റ്റ് ആയി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അപ്വേർഡ് ഡയറക്ഷനിൽ അതുവരെ നൽകിയ ഉയരം തന്നെയാണ്. എങ്കിലും അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ പ്രൈസ് മൂവ് ചെയ്തേക്കാമെന്ന് പ്രതീക്ഷിക്കും. തുടർന്ന് മുകളിലോട്ട് ചേർത്തിരിക്കുന്ന ടാർഗറ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നവയാണ്. കാണാമെന്ന് കരുതുന്നു. 47,724, 47,800, 48,013 എന്ന ലെവലുകളാണ്. എന്നാൽ ഇവിടെ നിന്നും ഒരു ഡിക്ലൈൻ ആണ് കാണിക്കുന്നതെങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയാൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും.
അപ്പോൾ ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഈ സപ്പോർട്ട് രേഖപ്പെടുത്തിയ 47,390 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47,315, 47,230, 47,080 എന്നിങ്ങനെ ആണ് ലെവലുകൾ. എന്നാൽ 46,995 എന്ന ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് താല്പര്യമുള്ള പക്ഷം നിങ്ങളുടെ ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി സെൻസെക്സിൽ 73,060 എന്ന ലെവലാണ് ഞാൻ പ്രധാന റെസിസ്റ്റന്റ് സോണായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 72,798 എന്ന ലെവലാണ് ഈ ലെവൽ, അതാണ് ഞാൻ സപ്പോർട്ടായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ ലഭിക്കേണ്ടത് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസിംഗ് ആണ്. അങ്ങനെയെങ്കിൽ പ്രൈസ് അപ്വേർഡ് പോകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. 73,310, 73,467, 74 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഡിക്ലൈൻ ആണ് ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം രേഖപ്പെടുത്തുന്നതെങ്കിൽ ഒരു 15 മിനിറ്റിന്റെ പ്രൈസ് ആക്ഷൻ പ്രകാരം ഡൗൺവേർഡ് ഡയറക്ഷൻ ഫീൽ ചെയ്താൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ തീർച്ചയായും ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന നിലവാരത്തിൽ കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു ക്ലോസ് ആണ് എങ്കിൽ തുടർന്ന് വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴെയും ഈ കഴിഞ്ഞ ദിവസത്തെ ലോ ബ്രേക്ക് ചെയ്ത് അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ പോന്നേക്കാം, ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് ഊഹിക്കാം. എന്നാൽ അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന ടാർഗറ്റുകളാണ് 72,598, 72,470, 72,367 ലെവൽ. എന്നാൽ ഈ 367 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വിചാരിച്ച് ഇത് ബ്രേക്ക് ചെയ്യുകയില്ല എന്നൊന്നുമല്ല, എങ്കിലും പ്രൈസ് കുറച്ചും കൂടി അവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് പല കാരണങ്ങൾ കൊണ്ട് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഈ വീഡിയോകൾ ഗുണം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ എനിക്ക് സാധ്യമാകുന്ന രീതിയിൽ ഞാൻ അവയ്ക്ക് മറുപടി നൽകാൻ പരിശ്രമിക്കുന്നതാണ്. ഒന്നുകിൽ കമന്റ് ബോക്സിൽ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയോ ഞാൻ സാവകാശമായി എൻ്റെ മറുപടികൾ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നാളെയും നല്ല ഒരു ട്രേഡിംഗ് ദിനമാകട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.